അപ്പോൾ ഒരാഴ്ച കൂടുതലായ ഈ കത്തിരിക്ക ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഇനി ഇരുന്ന ഇത് അഴുകിയും പോകും, എനിക്ക് നന്നായിട്ട് വഴക്കും കേൾക്കെ. അതുകൊണ്ട് ഇന്ന് രാത്രി ചപ്പാത്തിയുടെ കൂടെ ഇത് തന്നെ കറിയാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കത്തിരിക്ക രണ്ടും ചുട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാമേ. സവാള അങ്ങ് നന്നായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കളർ മാറുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് തക്കാളിക്ക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാമേ. തക്കാളിക്ക് അരിഞ്ഞത് ചേർത്തതിന് ശേഷം തക്കാളിക്ക് ഒന്ന് വെന്ത് വരുമ്പം പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ചുട്ടെടുത്ത് വെച്ചിട്ടുള്ള കത്തിരിക്കയും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചുട്ടെടുത്തപ്പോൾ അതിനകത്ത് പുഴുവും കൂടി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ പുഴുവും കൂടി വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടാൽ മതിയേ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അപ്പം നിങ്ങളും ഇതേപോലെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി ചപ്പാത്തി ഉണ്ടാക്കുകയായിരുന്നേ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ബേങ്കൻ ഭർത്തയും കൂട്ടി കഴിച്ചേ. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും ഈ കത്തിരിക്കയുടെ കറിയും ആയിരുന്നേ.